നമസ്കാരം. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആഘോഷങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരം കഴിഞ്ഞ ഒരാഴ്ചയായി. 7ാം ദിവസമായി ഇന്നും എല്ലാ തിയേറ്ററുകളിലും നല്ല തിരക്കുകളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ടാഗോർ തിയേറ്ററിന് മുന്നിലാണ്. സിനിമ ആസ്വാദകരെ സ്വാഗതം ചെയ്യാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ സിനിമ ആസ്വാദകരെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു തിയേറ്ററാണ് ടാഗോർ തിയേറ്റർ. ഇതിന് അതിൻ്റെതായ ഒരു വൈബും അതിൻ്റെതായ ഒരു സെറ്റൊക്കെ ഉണ്ട്. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇവിടെ വരുന്ന സിനിമ ആസ്വാദകർക്ക് എന്താണ് പറയാനുള്ളതെന്നും എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നല്ല പ്രൗഢഗംഭീരമായിട്ടാണോ ഈ ചലച്ചിത്രമേള നടക്കുന്നതൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി ടാഗോർ തിയേറ്ററിലേക്ക്. അടിപൊളിയാണ്. സിനിമ ഉണ്ടോ? 10ഓളം സിനിമകളുണ്ട്. ഉണ്ട്. പാൻ ഇന്ത്യൻ സ്റ്റോറി. എന്തെങ്കിലും ഈ സിനിമ കണ്ടിരിക്കണം, നല്ല മൂവിയാണെന്ന് പറയാൻ ഒരു സജഷൻ പറഞ്ഞ ഏത് മൂവി പറയും? പാൻ ഇന്ത്യൻ സ്റ്റോറി എന്തായാലും പറയും. കാരണം ഞാൻ ഉള്ള പടമുള്ളത് അതിന്റെ സംവിധായകനാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ വേറെ പടത്തിന്റെ പേര് പറഞ്ഞാൽ പിന്നീടുള്ള എന്റെ ജീവിതം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മൂവി കണ്ടിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അത് ഞങ്ങളുടെ 3 സ്ക്രീനിങ് ഉണ്ടായിരുന്നത്. ഓരോ സ്ക്രീനിങ് കഴിയുമ്പോഴും ആള് കൂടി കഴിഞ്ഞ ഷോയ്ക്ക് എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെ കേട്ടോ. തറയിലൊക്കെ ഇരുന്നല്ലോ എല്ലാവരും കാണുന്നത്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. ഭയങ്കര ഇഷ്ടമായി. വൈബാണ്, കിടിലം വൈബാണ്. ഇനി എല്ലാ വർഷവും വരും. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നോ? ഞാനൊരു സിനിമാക്കാരനാണ്. സിനിമാക്കാരനെന്ന് പറഞ്ഞാൽ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഒരാളാണ്. എന്നിട്ട് അതിൽ പിന്നിൽ പ്രവർത്തിക്കാനുള്ള ആ ഒരു അംഗീകാരം തന്നത് എൻ്റെ പത്മരാജൻ സാറാണ്. അത് നന്ദിയോടെ സ്മരിക്കുന്ന ആ മുഹൂർത്തങ്ങളാണ് ഈ ഫിലിം ഫെസ്റ്റിവലുകൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടക്കം മുതലുണ്ട്. സുകുമാരൻ ചേട്ടൻ്റെ കാലം മുതൽ വരും. പിന്നെ ചില സമയത്ത് വല്ലപ്പോഴും ഒരിക്കൽ എത്താൻ പറ്റില്ല. വല്ല ഫെസ്റ്റിവൽ സമയത്ത് ചിലപ്പോൾ എത്താക്കില്ല. വല്ല അതുകൊണ്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നത്. എൻ്റെ ഫസ്റ്റ് IFFK ആണ്. നല്ല എക്സ്പീരിയൻസ് ആണ്, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ഒരു ആംബിയൻസും ഒക്കെ. വരും. അല്ല, ഞാൻ ഇന്ന് എൻ്റെ പടം കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാ. ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ വന്നതാണ്. ഞാനിപ്പോൾ തിരിച്ചു പോവുക അത് കഴിഞ്ഞിട്ട്. പാൻ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് പടത്തിൻ്റെ പേര്. ഇപ്പം ഞങ്ങളുടെ 3 സ്ക്രീനിങ് കഴിഞ്ഞു. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ലീഡ് ചെയ്യുന്നത്. VC അഭിലാഷ് ഡയറക്റ്റ് ചെയ്ത പടമാണ്. എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ്? എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ് ഉള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും മേലെയുള്ള റെസ്പോൺസാണ്. ഇപ്പം 3 സ്ക്രീനിങ് ആണ് കഴിഞ്ഞത്. 3ഉം ഹൗസ്ഫുള്ളായിരുന്നു. തറയിലൊക്കെ ആൾക്കാർ ഇരുന്നിട്ടൊക്കെയാണ് കണ്ടത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ചെയ്യുന്നുണ്ട് ഇത് ഈ സിനിമ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകണം എന്നുള്ള? ഞാൻ കാണാൻ ആഗ്രഹിച്ച സിനിമകളൊക്കെ കഴിഞ്ഞു. സ്ക്രീനിങ് 3 കഴിഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു അപാകത സംഭവിച്ചിരുന്ന ഒരു പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. അതിനോട് എന്താ ചേട്ടാ അഭിപ്രായം? എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ സെലക്ട് ചെയ്ത സിനിമകളൊക്കെ നല്ല സിനിമകളായിരുന്നു. പുതിയ സിനിമകളായിരുന്നു. 2024 സിനിമകൾ അധികവും ഞാൻ കണ്ടത്. പുതിയ സിനിമകളൊക്കെ നല്ല നിലവാരം പുലർത്തിയ സിനിമകളാണ്. ഈ ഫെമിനിച്ചി ഫാത്തിമ ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ സമൂഹത്തിൽ നല്ല മെസ്സേജ് കൊടുക്കുന്ന സിനിമകളാണ്. അതൊക്കെ ഞാൻ കണ്ടു. നല്ല രസമായി. അതിൽ വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, നിലവാരം ഉള്ളത് തന്നെയാണെന്നാണ് അഭിപ്രായം. നിലവാരമുള്ളത് തന്നെയാണ്. നമ്മളെങ്ങനെ ഇത് നമ്മൾ അളക്കാൻ പറ്റും നിലവാരമുള്ളതിൻ്റെതായിട്ട്? നമ്മൾ അത്രത്തോളം കാണേണ്ട സിനിമകൾ. അപ്പം ഇതിലുള്ള സിനിമകൾ കൊള്ളാം. 177 എത്ര സിനിമകളുണ്ട്. അതിൽ ഞാൻ കണ്ടതൊക്കെ നല്ല സിനിമകളാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന കൊടുത്താണ് നമ്മുടെ സിനിമകളുടെ മനസ്സിലാക്കുക. ഇവിടെ വരുന്ന സിനിമാ പ്രേമികളോട് ഈ ഒരു സിനിമ കണ്ടിരിക്കണം, ഇത് നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വെക്കാൻ പറഞ്ഞ ഏത് സിനിമയുടെ പേരായിരിക്കും പറയുന്നത്? യങ് ഹേർട്സ് എന്ന സിനിമ കൊള്ളാം. അതിൽ പറയുന്നൊരു മെസ്സേജ് ഈ ഇന്ത്യൻ കൾച്ചറിന് ഇതാവാത്തതാണ്. കാരണം അതിൽ ചെറിയൊരു ഗേ സംഭവമാണ്. പക്ഷേ അവർ പറഞ്ഞ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അത് ഭയങ്കര രസമായി. അത് നമ്മൾ ഫീൽ ചെയ്യുന്ന. പിന്നെയുള്ളത് മൈ ഫേവറേറ്റ് കേക്ക്, നല്ല ഉഗ്രൻ സിനിമയാണ്. മൈ ഫേവറേറ്റ് കേക്ക് നല്ല വളരെ ഹാർട്ട് ടച്ചായ പടമാണ്.
പിന്നെ സബ്സ്റ്റാൻസ് അത് മേക്കിംഗ് കൊണ്ട് വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ സിനിമകളുടെയൊക്കെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് സബ്സ്റ്റാൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഉഗ്ര സിനിമ എങ്ങനെയുണ്ടായി? അടിപൊളി. കുറച്ച് 3-4 പടം കണ്ടു, 4-5 മൂവി കണ്ടു. ഇഷ്ടപ്പെട്ട് എമിലിയ പെരസ് ഇഷ്ടപ്പെട്ടു. എമിലിയ പെരസ് എന്ന് പറഞ്ഞ പടം ഇഷ്ടപ്പെട്ടു. പിന്നെ ഫെമിനിസ്റ്റ് ഫാത്തിമ അത് ഇഷ്ടപ്പെട്ടു. ഈ ഫാത്തിമയാണ് മൊത്തത്തില് ഒരു ഓവറോൾ ആയിട്ട് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു എൻജോയ് ചെയ്ത് കണ്ടൊരു പടം അതാണ്. ഇത്തവണ ഉണ്ടോ? വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട്? ഇന്നും നാളെയും കൂടിയല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ഇല്ല, അടിപൊളി, ആസ് യൂഷ്വൽ അടിപൊളിയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ അത്രയും വൈബില്ല, എന്നാലും അടിപൊളിയാണ്. ആ സിനിമ ഞാനിപ്പം ഒരു 5 സിനിമയോളം കണ്ട്. ഇനി സിനിമ കാണുന്നില്ല, വേറെ കുറച്ച് ഇച്ചിരി പരിപാടികളുണ്ട്, സിനിമ കാണുന്നില്ല. ആ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത സിനിമയാണ്, ഞാൻ പിയറോ ആയിട്ട് വർക്ക് ചെയ്ത സിനിമയുണ്ട്, പാൻ ഇന്ത്യൻ സ്റ്റോറി, അടിപൊളി സിനിമ. പിന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് ഫെമിനിച്ചി ഫാത്തിമ, സൂപ്പർ പടം. അതിന് നായകൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇപ്പോൾ വരും. അടിപൊളി പടം, കാണേണ്ട ഒരു ഐറ്റമാണ്. എല്ലാ വർഷത്തെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിനിമകൾ ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കുന്നതിൽ സിനിമകളുടെ നിലവാരം കുറയുന്നുണ്ടെന്നൊരു അഭിപ്രായം പൊതുവെ വരുന്നുണ്ട്. അപ്പം അതിനോട് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? അല്ല, അത് കാണുന്ന കാഴ്ചക്കാരൻ്റെ ശൈലി പോലെ ഇരിക്കും, നിലവാരം ഉണ്ടോ ഇല്ല എന്നുള്ളത്. അവർക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നതാണല്ലോ നമ്മളിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അവർക്ക് അടിപൊളിയാണെന്ന് തോന്നുന്നത് നമ്മളിലേക്ക് തരുവാണല്ലോ. അപ്പം അതിൽ നിലവാരക്കുറവ് കാണത്തില്ല. ആ സിനിമകൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെ 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള നാളെ അവസാനിക്കുകയാണ്. നഗരത്തിലെ എല്ലാ തിയേറ്ററിലും ഓരോ പുതിയ സിനിമകളും പുതുമുഖങ്ങളുടെ എൻട്രി ഒക്കെയാണ്. ഒരുപാട് സൗഹൃദങ്ങൾക്കും ഒരുപാട് ചിന്തകൾക്കും ഇടം വയ്ക്കുന്ന തിയേറ്ററുകളായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം. ടാഗോ തിയേറ്ററിൽ നിന്നും ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കൊപ്പം സാന്ദ്ര, തത്തുമൈ ന്യൂസ്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.